ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുദർശൻ മേഴത്തൂർ. നമ്മൾ നിർബന്ധമായും ഉറങ്ങുന്നതിന് മുമ്പ് ഈ ചിട്ടകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ വലിയ ദോഷവും ദുരിതവും നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു ചേരും. നമ്മുടെ ഗൃഹം യഥാർത്ഥത്തിൽ ഈശ്വരാലയമാണ്. ഗൃഹം ഐശ്വര്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കേന്ദ്രമാണല്ലോ. ഓരോ ദിവസവും നമ്മൾ ഗൃഹത്തിൽ കിടന്നുറങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യാലയ ചന്ദ്രിക എന്ന വാസ്തു സംബന്ധമായ ഗ്രന്ഥം അതിലും വർണ്ണിക്കേണ്ട ഒരു മനുഷ്യന്റെ ഗൃഹനിർമ്മാണം യഥാർത്ഥത്തിൽ സുഖമായ നിദ്രയ്ക്കും ഭോജനത്തിനും വേണ്ടിയത്രേ. മനുഷ്യവാസം കൂട്ടായ ഒരു കാലത്തിലായിരുന്നു ഈ പുസ്തകമൊക്കെ എഴുതിയത്. എന്നതുപോലെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ സങ്കേതങ്ങളല്ലല്ലോ. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് വന്ന നമ്മൾ ഇന്നൊക്കെ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി ഗൃഹങ്ങൾ നിർമ്മിക്കുന്നു. പക്ഷെ ഗൃഹനിർമ്മാണ കാലത്തിൽ കൂട്ടായ ഒരു കുടുംബ ജീവിത വ്യവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക. ആ മനുഷ്യാലയാദി ചന്ദ്രികാദി ഗ്രന്ഥങ്ങളിലൊക്കെ വർണ്ണിക്കണ ഒരു സന്ദർഭമാണ് ഓരോ ഗൃഹത്തിന്റെയും നിലനിൽപ്പ് അതിൽ വസിക്കുന്ന ആളുകളുടെ സംസ്കാരവും അവർ കൈകാര്യം ചെയ്യുന്ന ആചാര നിഷ്ഠകളുമായി ബന്ധിതമാണ് എന്നുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിർബന്ധമായും നമ്മുടെ അടുക്കള അത്യന്തം പരിശുദ്ധായിരിക്കണം. ദേവീഭാഗവത്തില് ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ വാസകേന്ദ്രങ്ങളിൽ ഒന്നത്രേ, അന്നലക്ഷ്മിയുടെ വാസകേന്ദ്രങ്ങളിൽ ഒന്നത്രേ നമ്മുടെ അടുക്കള. അഗ്നി തെളിയിക്കുന്ന സ്ഥലമാണല്ലോ അടുക്കള. പണ്ടൊക്കെ ഗൃഹങ്ങളിൽ ഹോമങ്ങളോ യജ്ഞങ്ങളോ ഒക്കെ ചെയ്യാച്ചാൽ അടുക്കളയിൽ നിന്ന് അഗ്നി തെളിയിച്ചാണ് കൊണ്ടു കൊടുക്കുക. അതേമാതിരി നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമ്പ്രദായം പോലും യഥാർത്ഥത്തിൽ ഗൃഹലക്ഷ്മിമാരൊക്കെ വീട്ടിലെ ഓരോ വീട്ടമ്മയും വിളക്ക് കൊളുത്തി കൊണ്ടുവരുന്നത് അടുക്കളയിൽ നിന്നായിരുന്നു. എന്നൊക്കെ നമ്മൾ പ്രത്യേക പൂജാമുറിയും അല്ലെങ്കിൽ വിളക്ക് വയ്ക്കാനുള്ള സ്ഥലമൊക്കെ നിർണയിച്ച് ഗൃഹങ്ങൾ നിർമ്മിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അടുക്കളയിൽ നിന്ന് ഓരോ കുടുംബിനെയും കൊളുത്തി കൊണ്ടുവരുന്ന ദീപങ്ങളായിരുന്നു നമ്മുടെ വീടിനെ അലങ്കരിക്കാൻ അല്ലെങ്കിൽ ഉമ്മറപ്പടിയിലോ പൂമുഖത്തോ ഒക്കെ നമ്മൾ തെളിയിച്ചിരുന്നത്. അപ്പൊ അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യം. രാത്രികാലത്തിൽ പ്രത്യേകിച്ച് അടുക്കള പരിശുദ്ധായിരിക്കണം. ക്ഷേത്രങ്ങളിലൊക്കെ രാത്രി നമ്മൾ പൂജ കഴിഞ്ഞ് നടയടച്ച് നിർമാല്യ ദർശനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞ പോലെ രാത്രി ദേവന്മാരൊക്കെ ക്ഷേത്ര ദർശനം ചെയ്യുന്നു. അവർക്ക് ഭഗവാനെ കാണാനുള്ള സമയമാണെന്ന് പറഞ്ഞ പോലെ ദേവതാ സഞ്ചാരം ഉണ്ടാവുന്ന സമയമാണ് അത്രേ രാത്രികാലങ്ങളൊക്കെ. അതുകൊണ്ട് ഗൃഹത്തിൽ ഐശ്വര്യക്കേടിനുള്ള ഏറ്റവും പ്രധാന കാരണമാണ് അടുക്കള പരിശുദ്ധാക്കി വെക്കുക. ഉച്ഛിഷ്ടപാത്രങ്ങളൊക്കെ എച്ചിൽ പാത്രങ്ങളൊക്കെ അടുക്കളയിൽ വെക്കുകയും ഗരുഡപുരാണത്തിലും വർണ്ണിക്കേണ്ടത് വളരെ രസമായിട്ട് മലിനമായ അടുക്കളയിൽ ദേവന്മാരുടെ വാസം വന്നാൽ അത് ആ ഗൃഹത്തിലെ ഐശ്വര്യം ക്ഷയിച്ചു പോകാൻ കാരണമാവും. അതുകൊണ്ട് ഉച്ഛിഷ്ടപാത്രങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കുക. അടുക്കളയിൽ പരിശുദ്ധമായ പദാർത്ഥങ്ങൾ വയ്ക്കുക. തീർച്ചയായിട്ടും അത് ഐശ്വര്യത്തെ കൊണ്ടുവരും എന്നുള്ളതിൽ സംശയമില്ല. നിർബന്ധമായും അടുക്കളയിൽ ചില പദാർത്ഥങ്ങൾ ഒഴിയാൻ പാടില്ല എന്ന് പറയും. പണ്ടൊക്കെ ഉപ്പ്, ഉമിക്കരി, ഭസ്മം ഇതിന്റെ പാത്രങ്ങൾ നിറഞ്ഞിരിക്കണം എന്നും പറയും. ഇന്നിപ്പോ ഉമിക്കരിയൊന്നും അധികം നമ്മൾ ഉപയോഗിക്കലില്ല. പണ്ടൊക്കെ പല്ലിയേക്കാൻ ഉമിക്കരി ധാരാളമായിട്ടുണ്ടാവും. എങ്കിലും നിർബന്ധമായിട്ടും പറയും ഉപ്പിന്റെ പാത്രം എന്നും അടുക്കളയിൽ നിറഞ്ഞിരിക്കണം. അത് അനവധിയായ ഐശ്വര്യത്തെ കൊണ്ടുവരും. ഉപ്പ് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പദാർത്ഥമാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളും പറയുന്നുണ്ട്. മോശമായ എനർജിയെ, നെഗറ്റീവ് എനർജിയെ ലഘൂകരിക്കാൻ ഉപ്പിന് വലിയ ശക്തിയുണ്ട് എന്നും പറയുന്നു. പുരാണങ്ങളിലും അനവധിയായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഉപ്പ് പറ്റുമെങ്കിൽ ഒരു ഭരണിയിൽ ഇട്ട് വെക്കുക. നല്ല ഭരണിയൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കും. സാധിക്കുമെങ്കിൽ ഒരു ഭരണിയിൽ ഉപ്പ് വെക്കുക. ഉപ്പുപാത്രം നിറഞ്ഞിരിക്കുക അടുക്കളയിൽ. രാത്രികാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഒരു ദിവസം ഉപ്പെടുത്താൽ ഉപ്പുപാത്രം ഒഴിഞ്ഞാലും ഗൃഹത്തിൽ ദോഷങ്ങൾ, ദുരിതങ്ങൾ വന്നു ചേരുമെന്ന് പറയാറുണ്ട്. ഉപ്പിന്റെ പാത്രം നിറഞ്ഞിരിക്കണം. അടുക്കള കഴിഞ്ഞ് കുളിമുറിയോ അല്ലെങ്കിൽ പ്രത്യേകം കുളിക്കാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ വീടിന്റെ പ്രധാന മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്ഥലത്തോ അല്പം ഭസ്മം ഒരു ഭസ്മവട്ടയിൽ സൂക്ഷിക്കുന്നതും രാത്രികാലങ്ങളിൽ ഗൃഹത്തിലേക്ക് ദോഷബാധകൾ അഥവാ ഇന്നത്തെ ഭാഷയിൽ നെഗറ്റീവ് എനർജി ഒക്കെ വരാതിരിക്കാൻ അത്യന്തം അനുഗ്രഹകരമാണ്. ഉറങ്ങുന്നതിന് മുമ്പ് സുഗന്ധ പദാർത്ഥങ്ങൾ, ഒരു സാമ്പ്രാണിയും ചന്ദനത്തിരിയൊക്കെ തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ നമുക്ക് വളരെ രസമായിട്ട് കാണാൻ സാധിക്കും. അവര് രാത്രി ഒരു കർപ്പൂര ജ്വാലയൊക്കെ വീടിന്റെ പുറത്ത് കത്തിച്ചിട്ടേ അവര് രാത്രി ഉറക്കത്തിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ പലതരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളുടെ കുന്തിരിക്കാൻ പോലെ, സാമ്പ്രാണി പോലെ ദ്രവ്യങ്ങളൊക്കെ ഉണ്ട്. രാത്രികാലങ്ങളിൽ വന്നു ചേരാവുന്ന
അനവധിയായ നെഗറ്റീവ് എനർജികൾ ഗൃഹത്തിൽ മലിനമായ ഊർജത്തെ ഉണ്ടാക്കാതിരിക്കാനും കൂടെ ഇങ്ങനെയുള്ള സുഗന്ധ ധൂപനങ്ങൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ യഥാർത്ഥത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത്താഴ പൂജ കഴിഞ്ഞാൽ, ഗുരുവായൂരിലൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവുക, അത്താഴ പൂജ കഴിഞ്ഞാൽ വിശേഷമായിട്ടുള്ള തൃപ്പുക വഴിപാടുണ്ട്. ഭഗവാനെ നിദ്രയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് സുഗന്ധപൂരിതമായ ധൂപം കൊണ്ട് ആ ക്ഷേത്രത്തെ പരിശുദ്ധവും പരിമളമുള്ളതും ആക്കി മാറ്റുക. തൃപ്പുക തൊഴിലൊക്കെ നമ്മൾ സാധാരണ ഗുരുവായൂരിൽ അല്ലെങ്കിൽ മഹാക്ഷേത്രങ്ങൾ വയ്ക്കുമ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഗൃഹങ്ങളിലൊക്കെ ആചരിച്ചിരുന്നു അത് സുഗന്ധ ധൂപനം ചെയ്യുക. അതിൽ വളരെ ലളിതമായിട്ടായാലും ചന്ദനത്തിരി ആയാലും മതി, നല്ല അത് രൂക്ഷഗന്ധ അല്ലാത്തതും വേണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ആ അടുത്ത ദിവസം രാത്രി എങ്ങനെയാണോ ആ ഗൃഹം നമ്മൾ ഉപസംഹരിച്ച് അതേപോലെയാവും അടുത്ത ദിവസം ആ ഗൃഹത്തിന്റെ ഐശ്വര്യം ഉണ്ടാവുക. അതുപോലെ ശുദ്ധജലം നമ്മുടെ അടുക്കളയിൽ നിർബന്ധമായിട്ടും രാത്രി കാലങ്ങളിൽ, ഇന്നിപ്പോൾ നമ്മളിപ്പോ പൈപ്പ് ഉപയോഗിച്ചാവും ജലമൊക്കെ പിടിക്കുക. പണ്ടൊക്കെ കിണർന്നാവും, അത് സന്ധിക്ക് മുമ്പാവും കിണർന്നൊക്കെ വെള്ളം കോരുക നിർബന്ധം ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിലൊന്നും കിണറിന്റെ അടുത്ത് ചെന്ന് വെള്ളം കോരൽ പതിവില്ല. കാരണം ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും എന്നുള്ളതുണ്ടാവും. എങ്കിലും ഒരല്പെങ്കിലും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വളരെ ലളിതമായ അടുക്കളയൊക്കെയാണ്, എങ്കിലും ഒരു ചില്ല് ഗ്ലാസ്സിലെങ്കിലും അല്പം ശുദ്ധജലം അടുക്കളയിൽ നിറച്ചു വയ്ക്കുന്നതും രാത്രി വരുന്ന മലിനോർജത്തെ ഇല്ലാണ്ടാക്കാനും പുതിയൊരു പ്രഭാതം ആരംഭിക്കുമ്പോൾ വളരെ പരിശുദ്ധമായൊരു ഊർജം അടുക്കളയിലും അടുക്കളയിൽ നിന്ന് ഗൃഹത്തിലേക്ക് എല്ലായിടത്തും വ്യാപിക്കാനും അത് കാരണമാവും എന്നുള്ളതിൽ സംശയമില്ല. തീർച്ചയായും ഈ നിയമങ്ങൾ, ചിട്ടകളൊക്കെ ഒന്ന് നോക്കുകയിൽ നമ്മുടെ വീട്ടിൽ നല്ലൊരു ഊർജ വലയം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. രാത്രികാലങ്ങളിൽ ഈ നിയമങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി ഇനിയൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.